Hello dear friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കിഡ്സിന്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓർക്കിഡ്സിന്റെ തൈകൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും നമ്മളുടെ പ്രൊപ്പഗേഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പോയെന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തണ്ടിൽ നിന്നും ധാരാളമായിട്ട് ഓർക്കിഡ്സിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റൂ. ഇതിനായിട്ട് ധാരാളം ഹോർമോൺസുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അത് ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെമ്മാണിത്. ഇതുപോലെ കട്ട് ചെയ്ത് വളർത്തിയ തൈകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെ തൈകൾ വളർത്തിയെടുക്കാനായിട്ട് ഏത് ഹോർമോണാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞാൻ ഗ്രീൻ കെയറിൻ്റെ നൈട്രജൻ കൂടുതലുള്ള വളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ കിക്കീസൊക്കെ വളർത്താനായിട്ട് ഇങ്ങനെയുള്ള രാസവളങ്ങളാണ് കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ജൈവവളം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മെച്യൂർ പ്ലാന്റ്സിന് ജൈവവളങ്ങൾ നൽകുന്നതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഗ്രീൻ കെയറിനെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു സ്പ്രെയർ ബോട്ടിലിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പ്ലാന്റിനാണോ വളങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റ് ഫസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെയുള്ള രാസവളങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ടെൻഡൻസി വരും. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെമ്മ് ഞാൻ അന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുവരെ നനച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞു. ആ കട്ട് ചെയ്തതിൻ്റെ മുറിവുകളൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വാട്ടർ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ്റ്റി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ചെറിയ തൈകളിൽ നമ്മൾ എപ്പോഴും സ്പ്രെയർ യൂസ് ചെയ്തിട്ട് തന്നെ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ അങ്ങ് നശിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഈ മീഡിയം ചകിരിച്ചോറായതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചാലും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളും. ഇനി നമുക്ക് ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ഗ്രീൻ കെയറിൻ്റെ 30-10-10 എന്ന നമ്പറിലുള്ള ഫെർട്ടിലൈസറാണ്. ഈ ബോട്ടിൽ കുറച്ച് പഴയതാണ്. പുതിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. ഈ ഒരു ബോട്ടിൽ 115 രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ. അത് വാങ്ങുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓർക്കിഡ്സിന് മാത്രമല്ല മറ്റുള്ള പ്ലാന്റുകളിലും യൂസ് ചെയ്യാമെന്ന് ഈ ബോട്ടിൽ പറയുന്നുണ്ട്. ഈ ഫെർട്ടിലൈസർ നല്ല എഫക്റ്റീവാണ്. ഫാസ്റ്റായിട്ട് നമ്മളുടെ സ്റ്റെമ്മിലൊക്കെ ഗ്രോത്ത് വരാനായിട്ട് സഹായിക്കുക. അതായത് 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ സ്റ്റെമ്മിലോട്ട് ഒരു കിക്കീസിൻ്റെ ഗ്രോത്ത് വന്നു തുടങ്ങും. ഗ്രീൻ കെയറിൻ്റെ വേറെയും നമ്പേഴ്സിലുള്ള വളങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ഈ ഗ്രീൻ കളർ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈ 30-10-10 തന്നെ എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നൈട്രജൻ കൂടുതലുള്ള വളം തന്നെ കിട്ടും. ഇത് ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അലിയിച്ചിട്ട് വേണം നമ്മളുടെ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എത്ര അളവിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഈ ബോട്ടിൽ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെഷറിംഗ് സ്പൂണും കൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷറിംഗ് സ്പൂണിൻ്റെ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ 1 സ്പൂൺ അളവിലാണ് എടുക്കാൻ പോകുന്നത്. ഈ 1 സ്പൂൺ അളവിന് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഈ ക്രിസ്റ്റൽസ് പെട്ടെന്ന് തന്നെ ഡൈല്യൂട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെടുക്കുമ്പോൾ ഈ സ്പൂൺ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡൈല്യൂട്ട് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ സ്പ്രെയർ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് സ്റ്റെമ്മിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്റ്റെമ്മിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കിക്കീസിലൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൂമ്പ് ഭാഗത്തൊന്നും അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ലീഫിന്റെ അടിവശത്ത് നന്നായിട്ട് സ്പ്രേ തട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് കുറച്ചുകൂടെ വളർന്ന ഒരു കിക്കിയാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ അടിഭാഗത്തുനിന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്ന് കൂമ്പ് ഭാഗത്ത് ഇങ്ങനെ കുത്തി ഒഴിക്കരുത്. അപ്പോഴും കൂമ്പ് ചെയ്യലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ലീഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ റൂട്ട്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓർക്കിഡ്സിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴും വളം കൊടുക്കുന്നതും ഒക്കെ അത് രാവിലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം ഒക്കെ ഇലയിൽ വീഴുന്ന സമയത്ത് നമ്മൾ സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ പെട്ടെന്ന് അതങ്ങ് അബ്സോർബ് ആയി പോയിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ അതിന് കെട്ടി നിന്നിട്ട് പെട്ടെന്ന് ചീഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ഓർക്കിഡ്സിൻ്റെ എല്ലാ കെയറിങ്ങും നമ്മൾ രാവിലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ കൂമ്പ് ഭാഗത്ത് വെള്ളം കെട്ടിയിരിക്കുവാണെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പർ വല്ലതും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ രാവിലെ തന്നെ ചെയ്യുമ്പോൾ അത് സൺലൈറ്റ് വന്നിട്ട് പെട്ടെന്ന് അബ്സോർബ് ആയി പോയിക്കോളും. ഓർക്കിഡ്സിന് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 10 അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യരുത്. 10 അല്ലെങ്കിൽ 15 ദിവസമാണ് മാക്സിമം.
അതുപോലെ നല്ല വെയിലുള്ള സമയത്തും ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ അതിപ്പോൾ ജൈവവളമായാലും രാസവളമായാലും നല്ല വെയിലുള്ള ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത്. നല്ല വെയിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പ്ലാന്റ്സിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരെണ്ണം തന്നെ കൊടുക്കാതെ ഈ ടൈമിൽ നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നെങ്കിൽ അടുത്ത ടൈമിൽ നമ്മൾ വേറൊരു ഫെർട്ടിലൈസർ ആയിരിക്കണം കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ഗ്രോത്ത് നമ്മളുടെ ഓർക്കിഡ്സിന് കിട്ടും. നെക്സ്റ്റ് ടൈമിൽ ഞാൻ ഏത് ഫെർട്ടിലൈസറാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ജൈവവളങ്ങളും അതുപോലെ രാസവളങ്ങളും എല്ലാം നമ്മളുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഓർക്കിഡുകളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ചെറിയ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.